നമസ്കാരം. തളപതി വിജയ്, ക്യാപ്റ്റൻ വിജയകാന്ത് മരിച്ചതിൽ അനുശോചനം അർപ്പിച്ചിട്ട് എല്ലാ നടന്മാരും അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കമലഹാസനായിക്കോട്ടെ, രജനീകാന്ത് ആയിക്കോട്ടെ, പിന്നെ ബാക്കിയുള്ള നടന്മാരായിക്കോട്ടെ, വലിയ വലിയ നടന്മാർ, ചെറിയ നടന്മാരും എല്ലാവരും വിജയകാന്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വിശാലൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര രീതിയിൽ സെന്റിമെന്റ് ആയിട്ടൊക്കെ ഉള്ളതൊക്കെ. പക്ഷെ വിജയ് എത്തിയത് വൈകുന്നേരമാണ്. വിജയ് വൈകുന്നേരം എത്തുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ ഈ ആരാധകര് അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തകര് ഇവരെല്ലാം വിജയ് വരുമ്പോൾ വിജയ്ക്ക് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി, ഒരു മരണ വീട്ടിൽ വരുമ്പോൾ. അതാണ് ഈ ബെർത്തനം ഫാൻസിൻ്റെയൊക്കെ ഒരു എന്താണ് അവിടെ എന്നുള്ള ഒരു ഇതുപോലും നോക്കാതെയാണ് വിജയ് അണ്ണനെ ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. നല്ല റഷായിരുന്നു, അതിന്റെ കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ വയ്ക്കാം. കാരണം വിജയകാന്തിന്റെ പടത്തില് തല കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് എന്നുള്ളതിൽ വിജയകാന്തിന്റെ ഒപ്പം അഭിനയിപ്പിച്ചതാണ് നമ്മുടെ ചന്ദ്രശേഖർ വിജയനെ. വേറൊന്നുമല്ല, എല്ലാ മുക്കിലും മൂലയിലുള്ള ആൾക്കാർക്ക് വിജയകാന്ത് എന്ന് പറഞ്ഞ ആ ഒരു നടനെ, ക്യാപ്റ്റൻ വിജയകാന്ത് എന്ന് പറഞ്ഞ ആ നടനെ എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ വിജയകാന്തിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചതിന് എന്നീ 4 പേര് അറിയും എന്നുള്ള അതേ ഒരു നോക്കം കൊണ്ടാണ് പുള്ളിക്കാരൻ വിജയകാന്തിന്റെ പടത്തിൽ അഭിനയിച്ച് തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ അത് തമ്മിൽ നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. പല ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട്. ലാസ്റ്റ് വന്ന ആ ഒരു സ്റ്റേജ് പ്രസംഗത്തിലായാലും ക്യാപ്റ്റനാണ് അങ്ങനെയുള്ള ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ പുള്ളിന്റെ ഒരു വിയോഗത്തിൽ നല്ല രീതിയിൽ സെന്റിമെന്റ് ആയിട്ട് പുള്ളിക്കാരൻ ആ ഒരു ഇതിന്റെ അടുത്ത് ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഏതോ ഒരു നാറി വിജയന്റെ മേലെ ചെരുപ്പ് എറിഞ്ഞിരിക്കുക. അതിന്റെ വിഷ്വൽസും ഞാനിവിടെ വയ്ക്കാം. ചെരുപ്പ് എറിഞ്ഞിരിക്കുക. ആ കൂട്ടത്തിനിടയിൽ എല്ലാവരും വന്ന് വിജയനെ തൊടലും പിടിക്കലും ആ ഒരു ഇത്. കാരണം ഇതൊരു പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനെല്ലാം വന്നിരിക്കണം എന്നുള്ള കാര്യം. അത് മതിയായ ഒരു സെക്യൂരിറ്റിയോ ഇതൊന്നുമല്ല, ഡയറക്റ്റ് വന്നു ഇറങ്ങി അവിടെയുള്ള ബൗൺസേഴ്സിനെ കൊണ്ട് തടയലും കാര്യങ്ങളെല്ലാം ചെയ്തു. അതിൽ കൂടെ തന്നെ വിജയിന്റെ മുഖത്ത് തൊടുകയും എല്ലാ കാര്യങ്ങളെല്ലാം നിലവിൽ അവിടുത്തെ ആരാധകരെല്ലാം ചെയ്തു. അതിനുശേഷം തിരിച്ച് കയറി പോണ സമയത്ത് ഒരു ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ആ ചെരുപ്പ് അറിയാലോ, തമിഴ്നാട്ടിലെ വിജയ് ആരാധകരുടെ ഓരോരോ മൈൻഡ് സെറ്റ് അറിയാലോ. നമ്മുടെ കേരളത്തിലെ പോലെയല്ല, അതിതീവ്രമായിട്ടുള്ള ഒരു ആരാധനയാണ് അവിടെ ഉള്ളത്. ചിലപ്പോൾ അണ്ണൻ എന്റെ ചെരുപ്പ് തൊട്ടാൽ എനിക്ക് ശാന്തി കിട്ടുന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ടച്ച് ചെയ്തായിരിക്കാം, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് കറക്റ്റ് എറിഞ്ഞ പോലെയാണ് അതിൽ കാണുന്നത്. പക്ഷെ അതൊരു വലിയൊരു വിവാദമല്ല. ആ ഒരു ന്യൂസ് ജസ്റ്റ് ഒന്ന് വന്നു പോയി എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ വിജയ് തൊട്ടതെല്ലാം പൊന്നാണ്. എന്ന് വെച്ചാൽ വിജയിന്റെ വായിന്ന് വരുന്ന ഓരോ വാക്കുകളും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടണോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ ഇതേപോലെ ജയലളിത മരിച്ച സമയത്ത് പോണ സമയത്ത് ഇതുപോലെ ചെരുപ്പ് ഒരാളുടെ മാധ്യമപ്രവർത്തനം ചെരുപ്പ് പോയപ്പോൾ അത് എടുത്തു കൊടുത്തിട്ട് വൈറലായ ഒരാളാണ് വിജയ്. അതുകൊണ്ട് വിജയ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ചെരുപ്പേറെ കഴിഞ്ഞു ആ മണ്ടൻ ഒരു ആരാധകൻ അല്ലെങ്കിൽ വിജയിന് ഇഷ്ടമല്ലാത്ത ആരോ ചെയ്ത ഒരു പണിയാണ്. ആരാണെന്നോ ഏതാണെന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതെല്ലാം ഒരു ഇതായിട്ട് അറിയാം. കാരണം ഒരു ആൾക്കാരിൻ്റെ അടുത്ത് നമുക്ക് ഇഷ്ടം തോന്നുന്നതും തോന്നാണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഇങ്ങനെയുള്ള ഇതിലോട്ടൊക്കെ പോകുമ്പോൾ അത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യണത്. വേറൊന്നുമല്ല, ഒരു മരണ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ജയ് വിളിക്കലും ചെരുപ്പ് കയറി കിടത്തലൊക്കെ അത് ഭയങ്കരമായിട്ടുള്ള ഇതാണ്. കാരണം ആ ഒരു സെന്റിമെന്റ് വീഡിയോ നമ്മൾ കണ്ടറിയാം. ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ വിജയന്റെ ലുക്കേ വേറെയാണ്. ഒരു അടുത്ത പടത്തിന്റെ വെങ്കട് പ്രഭുവിന്റെ പടത്തിന്റെ ലുക്കാണ്. അതുകൊണ്ട് ലുക്കേ വേറെയാണ്. പക്ഷെ ആ ഒരു ചെയ്ത ഒരു കാര്യം, ആ ഒരു പോയിന്റ് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത് ബെർത്തനം ഫാൻസ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. കാരണം മരണ വീടാണ്, കല്യാണ വീടല്ല. അപ്പോൾ ഒരാൾ കല്യാണം, അതാണ് മോഹൻലാലായാലും അതായത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതേപോലെ ആരാധകർ വന്നിട്ട് ഇങ്ങനെ കൂലിയും കാര്യങ്ങളാകുമ്പോൾ ആ ഒരു മരണ വീട്ടിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറെ മാറിയിട്ട് വേറെ ഏതോ തിയേറ്ററിൽ പടം കാണാൻ വന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനെയുള്ള ഒഴിവാക്കുന്നൊക്കെ പണ്ടെപ്പോഴും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിജയന്റെ ആ ഒരു ബ്രാൻഡിൽ വിജയനിപ്പോൾ എന്താ പറയാ, അതാണ് ഒരു സമാധാനത്തോടെ ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, സ്വന്തം നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളത് ഞാൻ ആലോചിക്കണം. മറ്റുള്ള നടന്മാരും ഉണ്ട്. പക്ഷെ വിജയ് എന്ന് പറഞ്ഞ ഒരാൾക്ക് അതാണ് സ്റ്റാർ വാല്യൂ. അത് ആരും കൊടുത്തതല്ല, പുള്ളിയായിട്ട് ഉണ്ടാക്കിയതാണ്.
അതേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഒരു തൂത്തുക്കുടിയിൽ പ്രളയം ബാധിച്ച് മരിച്ചവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും പിന്നെ മൊത്തത്തിൽ കഷ്ടപ്പാടവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സഹായം എന്നുള്ള ലെവലിൽ വിജയ് ഒരു കിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പലചരക്ക് സാധനങ്ങൾ ഇതെല്ലാം ആയിട്ട് കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട് നഷ്ടപ്പെട്ടവർക്ക് 25,000 മുതൽ 50,000 വരെ രൂപ വരെ ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട് മരിച്ചവർക്കും അതേ തുക അതിന് മേൽ തുകയൊക്കെ കിട്ടിയിട്ടുമുണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, വിജയിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഇത് തന്നെയാണ്. കറക്റ്റ് വ്യക്തമായ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഉള്ള പല സൂചനകളും നമ്മളിപ്പോൾ വിജയ് മക്കൾ ഇയക്കം എന്ന് പറഞ്ഞ സംഘടന, ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്നൊക്കെ മാറ്റിയിട്ട് മക്കൾ ഇയക്കം എന്നുള്ള ഒരു സംഘടന രൂപീകരിച്ചതും അതിൽ നമ്മുടെ ബോസ് അതിൻ്റെ ഒരാളുണ്ട്, പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഇപ്പോൾ നേതൃത്വമൊക്കെ കൊടുക്കുന്നത്. എല്ലാ മണ്ഡലത്തിലെ ആൾക്കാരിൻ്റെയും ഇതെല്ലാം നോക്കിയിട്ട് പുള്ളിയാണ് ബായ്സ് ബോസ് അങ്ങനെ എന്താണ് പുള്ളിൻ്റെ പേര്, ഞാനത് അതിൻ്റെ ഇവിടെ വെക്കാം. അപ്പോൾ പുള്ളിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ മക്കളിയക്കം എന്നുള്ള ലെവലിൽ നമുക്കറിയാലോ, അവിടെ ഇന്ന പാർട്ടി ഇവിടെ നടത്തി. അതേപോലെ തന്നെ മക്കളിയക്കം എന്നൊരു സംഘടന ഒരു പാർട്ടിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അത് നല്ല തന്നെയാണ്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്, രാഷ്ട്രീയ പോണോ വേണ്ടോ എന്നുള്ളത്. എല്ലാ കമലഹാസൻ വരെ രജനീകാന്ത് വരെ രാഷ്ട്രീയത്തിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിജയ് എന്ന് പറഞ്ഞ ഒരാൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ എന്തൊക്കെ മാറും അല്ലെങ്കിൽ എന്തൊക്കെ ഇതാവും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും നല്ല ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചകമായിട്ടാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു പരിപാടി. ഈ ഫ്ലഡിൽ ബാധിക്കപ്പെട്ട എല്ലാവർക്കും നല്ല രീതിയിലുള്ള കിറ്റും പൈസയും വരെ കൊടുത്തു. അതിന്റെ ന്യൂസ് ഇങ്ങനെയാണ്. பாதிக்கப்பட்டவர்களுக்கு விஜய் மக்கள் இயக்கம் சார்பில் நிவாரண உதவி வழங்கும் விழா நடைபெற்றது. பாளையங்கோட்டையில் நடந்த இந்த விழாவில் நடிகர் விஜய் வெள்ளத்தில் வீட்டை இழந்தவர்களுக்கு 25,000 ரூபாய் முதல் 50,000 ரூபாய் வரை நிவாரணம் வழங்கினார். பின்னர் 1,500 பேருக்கு அரிசி உள்ளிட்ட மளிகை பொருட்கள் அடங்கிய தொகுப்பு, வேட்டி, சட்டை உள்ளிட்ட நிவாரண பொருட்களையும் வழங்கினார். எங்க பகுதி பாத்திமா நகர் பகுதி மழையினால ரொம்ப கஷ்டப்பட்டுட்டோம். கரண்ட் கிடையாது, சாப்பாடு கிடையாது. ஆனா எங்களுக்கு அந்த நேரத்தில் சாப்பாடு கொடுத்து கைக்கு தூக்குனது எங்க விஜய் அண்ணனுடைய மக்கள் இயக்கம் தான். என்னைக்குமே விஜய் அண்ணன் தான் எங்களுக்கு பயனுள்ளதா இருக்குதா? ஆமா சார், இதுல அரிசி இருக்கு, மசால் திங்ஸ் இருக்கு, இதுல சாரி இருக்கு, வயிறார சாப்பாடு போட்டிருக்காங்க. விஜயை யார் என்று அடையாளம் தெரியாத மூதாட்டி ஒருவர் அருகில் இருந்தவரை நோக்கி கைகூப்பியபடி செல்ல அவரை விஜயிடம் அழைத்து வந்தனர். இதுல யார் விஜய் என்று கேட்டதும் நான் தான்மா விஜய் என விஜய் சொன்னதும் அந்த மூதாட்டி விஜயின் கண்ணம் கிள்ளி வாழ்த்திய காட்சி அங்கிருந்தவர்களை சிரிப்பில் ആഴ്ത്തിയത്. അതിന്റെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങൾ ഞാനിവിടെ വെക്കാം. അതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെക്കാൻ നടന്നതിന്റെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറെ ഇൻസിഡന്റും കാര്യങ്ങളും നടന്നു. ഇത്രയും പേർക്ക് ഒരേ നിപ്പില് വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിന്നിട്ട് എല്ലാം കൊടുത്തതിന് ശേഷം പിരിഞ്ഞതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം എന്തോ മൈൻഡിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അടുത്ത ഇലക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം എല്ലാവർക്കും പേടിയാണ്. കാരണം സിനിമയിലൂടെ അത്രയും കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയും ഒരു നടന്മാർക്ക് ഇങ്ങനെയൊരു ഇത് കണ്ടിട്ടില്ല. ഈ ഒരു എന്താ പറയുക, ഇത്രയും ഒരു അഡിക്ഷൻ എന്താ വെച്ചാൽ വിജയ് എന്ന് പറഞ്ഞ അഡിക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ആ ഒരു സ്കൂൾ നല്ല ഉയർന്ന മാർക്കോടെ ജയിച്ച കുട്ടികൾക്കും പഠിക്കുന്ന എല്ലാവർക്കും ഇതേ മക്കളിയേക്കം സർവാകെ ഗിഫ്റ്റുകളും മൊമെന്റുകളും കൊടുത്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് നേരെ അത് ഫ്ലഡിന്റെ സംബന്ധിച്ച് അതുകൊണ്ട് ഓരോരോ ഭാഗത്തും വിജയിന്റെ സാന്നിധ്യം കൊണ്ടും അല്ലാതെയും ഓരോരോരോരോ ഇത് നടക്കുന്നുണ്ട്. ഓരോരോ സംഘടനകൾ അറിയാലോ, അതിന്റെ കൂടെ നടക്കുന്ന എനിക്കതിന് പേര് അതാണ് ഇപ്പോഴും കിട്ടാത്തത്. പുള്ളിക്കാരനാണ് ഇതിന്റെ നേതൃത്വം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഓൾ ഇന്ത്യ ഈ ഫാൻസിന്റെ ഇത് നിയന്ത്രിക്കുന്നത് പുള്ളിയാണ്. എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 2 പടം കൂടി ഇനിയിപ്പോൾ ഉണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ വിജയന്റെ തീരുമാനങ്ങളാണല്ല. അപ്പോൾ ഒരു ആംബുലൻസ് വരെ അവര് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. இறக்கியிருக்கும் தளபதி விஜய் மக்கள் இயக்கம் ஒருபுறம் விஜயின் வெள்ள நிவாரண சேவைகள்,
மறுபுறம் களமிறக்கப்பட்ட இலவச ஆம்புலன்ஸ் சேவை முதற்கட்டமாக கன்னியாகுமரியில் வழங்கப்பட்டிருக்கிறது. நெல்லை மாவட்டத்தில் பெய்த கனமழையின் காரணமாக தாமிரபரணி ஆற்றில் கடுமையான வெள்ளப்பெருக்கு ஏற்பட்டு இதனால் நெல்லை மற்றும் தூத்துக்குடி மாவட்டங்களில் வெள்ளம் சூழ்ந்து ஏராளமான பொதுமக்கள் வீடுகளை இழந்தனர். பலரின் இயல்பு வாழ்க்கை முடங்கி போனது. வியாபாரிகள் முற்றிலும் பாதிக்கப்பட்டனர். இதனைத் தொடர்ந்து பாதிக்கப்பட்டவர்கள் குறித்து தகவல்களை சேகரித்த நடிகர் விஜய் பாதிக்கப்பட்ட நெல்லை மற்றும் தூத்துக்குடி மக்களுக்கு நேரில் சென்று நிவாரணப் பொருட்களை வழங்கினார். ആംബുലൻസ് വരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ സിനിമയിൽ കാണുന്ന നല്ല മന്ത്രിമാരുണ്ടല്ലോ, വിജയ് അങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളൂ. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൈൻഡ് മാറുമോ, ഇനിയിപ്പോൾ ഉള്ള ഇനിയിപ്പോൾ കണ്ടറിയാം. പക്ഷെ ആ ഒരു രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പം നിലവിൽ വിജയിനും ആ മക്കളിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയം കളിച്ചോ, അവരെങ്ങനെ രീതിയിൽ പൈസ ഉണ്ടാക്കിക്കോ, അതൊന്നുമല്ല പ്രശ്നം. പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഇതേ ദുരിതം അനുഭവിക്കുന്നവർക്ക് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവൻ തന്നെയാണ് തലവൻ. അവന്റെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ, ആളും തരവും നോക്കാതെ സഹായം ചെയ്യുന്ന ഒരു മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് തലവൻ. അത് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ പിന്നെ ആ ചെരിപ്പറഞ്ഞ കാര്യം പറയേണ്ടല്ലോ, അത് ഓരോരോ തന്തില്ലായ്മയാണ് കാണിക്കുന്നത്. ഒരു മരണ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ്, ഒരു മരിച്ച ആളുകൾ അവസാനമായിട്ടൊന്ന് കാണാൻ വരുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇവര് ആ മരിച്ചവരിനെയും സഹായിക്കണം എന്നുള്ള, മരിച്ചവരിനെയും ആ കുടുംബത്തിനെയും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വിജയ് മുന്നോട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ പ്രശംസിച്ചേ പറ്റുള്ളൂ. എന്തായാലും രാഷ്ട്രീയം എന്തായിക്കോട്ടെ, നമുക്ക് സഹായം കിട്ടിയാൽ മതി. ദുരിതത്തിലിരിക്കുന്നവരിനെ കൈ പിടിച്ച് പോക്കാൻ ഒരു തലവനുണ്ട് എന്നുള്ളൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ തന്നെ അന്ന് ജയിച്ചു വിജയന്റെ. എന്തായാലും രാഷ്ട്രീയ പ്രവേശനം അതും എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എപ്പോ എന്ന് മാത്രമേ ഉള്ളൂ ഒരു സംശയം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയാം.